പ്രൈസ് ദ ലോർഡ്. റെഹബൂത്ത് പ്രയർ ഫെലോഷിപ്പിലുള്ള എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. Before I'm just going to introduce this group, I just want to say a very happy new year to each and everyone in this group. പുതിയ വർഷം കർത്താവ് എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും ശാരീരികവും ആത്മീയവും ഭൗതികമായ എല്ലാ നന്മകളാലും എല്ലാ ദൈവമക്കളെയും കുടുംബമായി കുഞ്ഞുങ്ങളായി എല്ലാവരെയും സ്വർഗം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ ജസ്റ്റ് ഗ്രൂപ്പിനെ പറ്റി ഒരു 2 വാക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ചില നാളുകൾക്ക് മുന്നമേ കർത്താവിന്റെ ജീവിതത്തിൽ തന്ന ഒരു വിഷനായിരുന്നു ഇങ്ങനെ ഒരു ലേഡീസ് മിനിസ്ട്രി ആരംഭിക്കണം എന്നുള്ളത്. എങ്കിൽ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ വ്യക്തമായി കർത്താവ് എന്നോട് ഇടപെട്ട ആ ഒരു വിഷന്റെ മുന്നിൽ, അതുപോലെ ദൈവം എനിക്ക് തന്ന ഒരു ലോഗോയാണ് ഈ റെഹബൂത്ത്. അത് ആ ഒരു ലോഗോ വെച്ച് ഇങ്ങനൊരു മിനിസ്ട്രി ചെറുതായിട്ട് ഞാൻ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ചില വ്യക്തികളെ എനിക്ക് ആഡ് ചെയ്യുവാൻ ഞാൻ ജസ്റ്റ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇങ്ങനെ ഓരോരുത്തരും ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഉള്ള എല്ലാ വ്യക്തികളുടെയും ആത്മാർത്ഥമായി ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഇൻഡിവിജ്വലായിട്ട് ഒരു വ്യക്തിയിൽ കൂടെ ഒരു വ്യക്തി ഉയർത്തപ്പെടുവാനല്ല, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കൂടെ എൻ്റെ യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മൾക്ക് ഓരോരുത്തർക്കും താലന്തുകൾ ദൈവം തന്നിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ഒരിക്കലും അത് കുഴിച്ചിടുവാനല്ല. 2 താലന്ത് ലഭിച്ചവൻ 4 ആക്കി, 5 ലഭിച്ചവൻ 10 ആക്കി. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസി എന്നുള്ള വിളിക്ക് യോഗ്യരായി തീരേണ്ടതിന് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഓരോ ദിവസങ്ങളും വർഷങ്ങളും മുമ്പോട്ട് ഇങ്ങനെ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ദൈവമക്കളെ, ഒന്നെങ്കിൽ കർത്താവിന്റെ വരവ്, ഇല്ലെങ്കിൽ നമ്മളുടെ മരണം, ഏത് സമയത്തും എന്ത് നമ്മൾക്ക് സംഭവിക്കാം. എങ്കിൽ ആ നിത്യത ഒരിക്കലും നമ്മൾക്ക് നഷ്ടപ്പെടുവാൻ പാടില്ല. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നുള്ള നിത്യത മാത്രം നമ്മൾ ലക്ഷ്യമാക്കി ഈ ദിവസങ്ങളിൽ നമ്മുടെ യാത്ര തുടരണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യന്റെ ആയുഷ്കാലം ഏറെയായാൽ 70, 80. കഷ്ടവും സുഖവും മാത്രം അതിന്റെ ആഡംബരം. ഇതൊക്കെ നമ്മൾ വിട്ട് കടന്നുപോകും. എങ്കിൽ ഒരു ദിവസം പാട്ടുകാരൻ പറയുന്നത് പോലെ, അങ്ങേക്കരയിൽ ഒരു നാൾ ഈ നശ്വര ലോകം നമ്മൾ വിട്ടു പിരിയും. എങ്കിൽ അങ്ങേക്കരയിൽ നാം നേടിയത് എന്തെന്ന് അറിയും. ഒരു ദിവസം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് നമ്മുടെ മുമ്പിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം തരുവാൻ വേണ്ടി നമ്മുടെ പുസ്തകങ്ങൾ തുറക്കുന്ന ഒരു ദിവസമുണ്ടാകും. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തെങ്കിൽ പോലും അതിന് പ്രതിഫലമുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ദൈവം നമ്മൾക്ക് പ്രതിഫലം തരുന്ന ദൈവമാണ്. ആ പുസ്തകം നമ്മൾ തുറക്കുമ്പോൾ ആരുടെയും അവിടെ നമ്മൾ ലജ്ജിക്കപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് ദൈവം തരുന്ന ഓരോ നിമിഷങ്ങളും കർത്താവിന് വേണ്ടി ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടണം എന്ന് മാത്രമാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ കൂടെ, ഈ ഫെലോഷിപ്പിൽ കൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രെയർ വിഷയങ്ങളെ ഇതിൻ്റെ അകത്ത് അറിയിക്കുകയും അതുപോലെ എന്തെങ്കിലും ഇൻഡിവിജ്വലായിട്ട് പറയണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് അറിയിച്ചാൽ ഞാൻ വിശ്വസ്തയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്തെങ്കിലും ദൈവം തന്ന ആലോചനകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുവാൻ ചെയ്യുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇത് ദൈവത്താൽ ആരംഭിക്കപ്പെട്ടതാണെങ്കിൽ അതിനുള്ള എല്ലാ വാതിലുകളും വഴികളും സ്വർഗം തുറന്നു തന്ന് എല്ലാം ദൈവം അനുകൂലമാക്കി തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവിന്റെ വചനത്തില് വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതിൽ കൂടെ ഒരു ഇൻഡിവിജ്വലായ ഒരു വ്യക്തിയല്ല, ഞാൻ വീണ്ടും പറയുവാണ്, ഞാൻ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥന സഹായവും സപ്പോർട്ടും ഇത് ഒരു ചെറിയ ഗ്രൂപ്പിൽ ഞാൻ തുടങ്ങുവാണെങ്കിലും പിന്നീട് അത് ഒരു സൂമിൽ കൂടെയും അതൊരു വലിയൊരു വിശാലതയിലേക്ക് ലോകത്തിന്റെ പല സ്ഥലങ്ങളിലുള്ളവര് ഈ ഗ്രൂപ്പിലുണ്ട്, ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഞാൻ ആഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ കൂടെ കർത്താവിന്റെ നാമം മാത്രം മഹത്വം എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ മെസ്സേജ് ഇതിൻ്റെ അകത്ത് ഇടുന്ന. ഇതിൽ കൂടെ നിങ്ങളെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ വർഷം നിങ്ങളിൽ കൂടെ ഒക്കെ കർത്താവിന്റെ നാമം മഹത്വം എടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.